Dear students, നമ്മൾ ഇന്ന് മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് എന്ന തേർഡ് ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. മുമ്പ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കാൻ സാധ്യതയുള്ള എസ് എസ് എൽ സി എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. ഇത് നിങ്ങൾ ഇതേപോലെ പ്രാക്ടീസ് ചെയ്യാൻ, അതിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കുക. ഓരോ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും നിങ്ങൾക്ക് അതിൻ്റെ കോൺസെപ്റ്റ് കൂടി പറഞ്ഞു തരും. അത് മനസ്സിലാക്കിക്കൊണ്ട് പഠിക്കാം. ഇതിൽ നിന്ന് എസ് എൽ സിക്ക് നിങ്ങൾക്ക് ഫുൾ സ്കോർ ചെയ്യാൻ കഴിയും. വളരെ സിമ്പിളായിട്ടുള്ള ചാപ്റ്ററാണ്. നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോകാം. The letters of the word Malayalam are written in paper slips and put into a box. A child is asked to take one slip from the box without looking. രണ്ട് സബ് ക്വസ്റ്റ്യൻ ഉണ്ട് ഇതിൽ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ദ ലെറ്റർ എ? വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് നോട്ട് ഗെറ്റിംഗ് എ? ഈ ക്വസ്റ്റ്യൻ വളരെ സിമ്പിളാണ്. എ എന്ന് പറഞ്ഞ ലെറ്റർ കിട്ടാനുള്ള പ്രോബിലിറ്റി. മലയാളം എന്ന് പറഞ്ഞ വേർഡിൽ എത്ര എ ഉണ്ട് നോക്കിയേ? 4 എ ഉണ്ട് ഇല്ലേ? അപ്പോൾ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ലെറ്റർ എ ഈക്വൽ ടു എ കിട്ടാൻ്റെ ലെറ്റേഴ്സ് എത്രയാണ്? 4 ഡിവൈഡഡ് ബൈ എത്ര ലെറ്റേഴ്സ് ഉണ്ട് അതിൽ? മലയാളത്തിൽ എത്ര ലെറ്റേഴ്സ് ഉണ്ട്? 1 2 3 4 5 6 7 8 9 ടോട്ടൽ 9 ലെറ്റേഴ്സ് ഉണ്ട്. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. എ എന്ന് പറയുന്ന ലെറ്റർ 4 ഉണ്ട്, ഡിവൈഡഡ് ബൈ ദി ടോട്ടൽ നമ്പർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ? പ്രോബിലിറ്റി ഓഫ് നോട്ട് ഗെറ്റിംഗ് എ. നോട്ട് ഗെറ്റിംഗ് എ എന്ന് പറഞ്ഞാൽ എ എന്ന് പറഞ്ഞ ലെറ്ററിനെ നീക്കി നോക്കിയേ. 9 നിന്ന് എ എന്ന് പറഞ്ഞ ലെറ്റർ 4 ഉണ്ട്. അപ്പോൾ 9 നിന്ന് 4 പോയാൽ എത്രയാണ്? 5 ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ 9. ഇനി ഇവിടെ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. ഇപ്പം ഇങ്ങനെ ഒരു ഇത് തന്നാൽ, ഗെറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് തന്നു കഴിഞ്ഞിട്ട് നോട്ട് ഗെറ്റിംഗ് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും മനസ്സിലാക്കേണ്ടത് ഇത് രണ്ടും കൂടി, ഗെറ്റിങ്ങും നോട്ട് ഗെറ്റിങ്ങും സം ഓഫ് ദ പ്രോബിലിറ്റീസ് 1 ആയിരിക്കും. അപ്പോൾ ഇത് കിട്ടിക്കഴിഞ്ഞാൽ 1ൽ നിന്ന് 4/9 കുറച്ചാലും നിങ്ങൾക്ക് എന്ത് കിട്ടും? 5/9 കിട്ടും. 1 മൈനസ് 4/9 എന്ന് പറയുന്നത് നോക്കാം. 1 മൈനസ് 4/9 എന്ന് പറയുന്നത് 9 മൈനസ് 4/9 ഇൻറ്റു 9/9 ഈക്വൽ ടു 5/9. അങ്ങനെയും നിങ്ങൾക്ക് ആൻസർ കിട്ടും. ക്ലിയർ ആയല്ലോ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ടീച്ചർ ആസ്ക്ഡ് എ സ്റ്റുഡൻറ്റ് ടു സേ എ 2-digit നമ്പർ. എന്നിട്ട് 2 സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എ, വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ദാറ്റ് നമ്പർ ബീയിങ് 17? ക്വസ്റ്റ്യൻ ബി, what is the probability of it being a perfect square? അപ്പോൾ ഇവിടെ നമുക്ക് 2-digit നമ്പേഴ്സ് അറിയണം. എത്ര 2-digit നമ്പേഴ്സ് ഉണ്ടെന്ന് അറിയണം. എത്ര 2-digit നമ്പേഴ്സ് ഉണ്ട്? 99 ആണ് ലാസ്റ്റ് 2-digit നമ്പർ. ഇതിൽ നിന്ന് നമ്മൾ ഫസ്റ്റ് 2-digit നമ്പർ എന്താണ്? 10 അല്ലേ? അപ്പോൾ അത് ഈ 99 9 കുറയ്ക്കാം. അപ്പോൾ എന്ന് കിട്ടും? 90 എന്ന് കിട്ടും. ഇനി ഇത് നിങ്ങൾക്ക് അറിയുന്നില്ലെങ്കിൽ ഇനി ഇത് വേറൊരു തരത്തിലും ചെയ്യാം. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ അരിത്തമെറ്റിക് സീക്വൻസ് പഠിച്ചപ്പോൾ അവിടെ അത് നോക്കിയിട്ടും ചെയ്യാം. എങ്ങനെ? ലാസ്റ്റ് ടേം നമ്പർ ഓഫ് ടേംസ് കണ്ടുപിടിക്കാനുള്ള ഇതെങ്ങനെയാണ്? ലാസ്റ്റ് ടേമിൽ നിന്നും ഫസ്റ്റ് ടൈം കുറയ്ക്കുക, അതിനെ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക, എന്നിട്ട് +1. നോക്കി ഇവിടെ ലാസ്റ്റ് ടൈം എത്രയാണ്? 99 മൈനസ് ഫസ്റ്റ് ടൈം എത്രയാണ്? ഫസ്റ്റ് ഇതാണ് 99 ആണ് ലാസ്റ്റ് 2-digit നമ്പർ. ഫസ്റ്റ് 2-digit നമ്പർ ഏതാണ്? 10 അല്ലേ? 99 മൈനസ് 10 ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് മൈൻഡ് ചെയ്യേണ്ട, അത് 1 ആണ് അല്ലേ? ഇവിടുത്തെ കോമൺ ഡിഫറൻസ് 1 ആണ്. അപ്പോൾ അത് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. +1 ഇതാണ് നമ്മളെ ഫോർമുല. xn മൈനസ് x1 ബൈ d +1. ലാസ്റ്റ് ടൈം മൈനസ് ഫസ്റ്റ് ടൈം ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് +1. ഇവിടെ അത് നിങ്ങൾ നോക്കണ്ട. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ചെയ്യുക ലാസ്റ്റ് ടൈം മൈനസ് ഫസ്റ്റ് ടൈം, അത് കിട്ടും. അതിൻ്റെ ഒപ്പം 1 ആഡ് ചെയ്യാന്നുള്ള, കാരണം ഇവിടെ കോമൺ ഡിഫറൻസ് 1 ആയതുകൊണ്ട്. നോക്കാം, 99 നിന്ന് 10 കുറച്ച് എത്രയാണ്? 89
89ൻ്റെ ഒപ്പം 1 ആഡ് ചെയ്താൽ 90. അപ്പോൾ ടോട്ടൽ 2 ഡിജിറ്റ് നമ്പേഴ്സ് 90 എന്ന് ഇങ്ങനെയും ചെയ്യാം, നേരത്തെ പറഞ്ഞ പോലെ ചെയ്യാം. ക്ലിയർ ആയല്ലോ? അപ്പോൾ ടോട്ടൽ 2 ഡിജിറ്റ് നമ്പേഴ്സ് എന്താണ്, എത്രയാണ്? 90 ആണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ദാറ്റ് നമ്പർ ബീയിങ് 17? 17 കിട്ടാനുള്ള പ്രോബബിലിറ്റി. ഈ 2 ഡിജിറ്റ് നമ്പറിന് 17 എന്ന് പറഞ്ഞാൽ ആകെ ഒരു 17 അല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എത്രയാണ്? 1 ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു, എത്രയാണ്? 90 അല്ലേ. അപ്പോൾ 1 ഡിവൈഡഡ് ബൈ 90 ആണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇനി നോക്കാം, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഇറ്റ് ബീയിങ് എ പെർഫെക്റ്റ് സ്ക്വയർ? പെർഫെക്റ്റ് സ്ക്വയർ ആവാനുള്ള പ്രോബബിലിറ്റി എന്തായാലും ഇതിൻ്റെ ആൻസറിൽ ഡിനോമിനേറ്ററിൽ 90 വരും, ന്യൂമറേറ്ററിൽ എന്ത് വരും? ഓക്കെ, 2 ഡിജിറ്റ് പെർഫെക്റ്റ് സ്ക്വയർസ് ഏതൊക്കെയാണ്? എവിടെ തൊട്ട് തുടങ്ങുന്നത്? 16, പിന്നെ 25, പിന്നെ 36, പിന്നെ 49, 64, 81. ഇനിയുണ്ടോ? ഇനി ഇല്ല. അപ്പോൾ എത്രയാണ്? 6 ഡിവൈഡഡ് ബൈ 90 ആണ് ഇതിൻ്റെ ആൻസർ. ക്ലിയർ ആയല്ലോ? ഇതിന് വേണമെങ്കിൽ നമുക്ക് കട്ട് ഷോർട്ട് ചെയ്തിട്ട് എഴുതാം. 6ൽ 6 ഒരു പ്രാവശ്യം, 90ൽ 6 പോവും. എത്രയാണ്? 10 × 6 60, 5 × 6 30, 60 + 30 90. അപ്പോൾ 15 ടൈംസ് പോവും. 6ൽ 6 ഒരു പ്രാവശ്യം, 90ൽ 6 15 ടൈംസ്. അപ്പോൾ ഇതിനെ കട്ട് ഷോർട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് 1/15 എന്ന് എഴുതാം. ക്ലിയർ ആയല്ലോ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, എ ബാഗ് കണ്ടെയ്ൻസ് സം റെഡ് ആൻഡ് ഗ്രീൻ ബോൾസ്. If we take a ball from it without looking, the probability of getting a red ball is 1/4. ഇനി അതിൽ സബ് ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, what is the total number of balls if there are 8 red balls? Question B, what is the probability that the ball taken is green? Question C, find the sum of both the probabilities. Question D, from a box containing some red balls and some blue balls, the probability of getting a red ball is A divided by B. What is the probability of getting a blue ball? നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചെയ്യാം. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു ബാഗിൽ കുറച്ച് റെഡ് ബോൾസും ഉണ്ട്, കുറച്ച് ഗ്രീൻ ബോൾസും ഉണ്ട്. എന്നിട്ട് നോക്കാതെ ഒരു ബോൾ എടുക്കുമ്പോൾ റെഡ് ബോൾ കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1/4 ആണ്. റെഡ് ബോൾ കിട്ടാനുള്ള പ്രോബബിലിറ്റി 1/4. എന്നിട്ട് പറഞ്ഞേക്കണേ, വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ് ഇഫ് ദർ ആർ 8 റെഡ് ബോൾസ്? റെഡ് ബോൾസ് തന്നിട്ടുണ്ട്, റെഡ് ബോൾസ് തന്നിട്ടുണ്ട്, എന്നിട്ട് ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ് ചോദിച്ചിരിക്കണം. ശരിക്കും റെഡ് ബോൾസ് ഇവിടെ കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്താണ്? പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് റെഡ് ബോൾ എന്ന് പറയുന്നത് എന്താണ്? റെഡ് ബോൾ എത്ര ഉണ്ട്? 8 അല്ലേ? 8 ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ്. അത് നമുക്ക് അറിയില്ല, കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ അതിന് X എന്ന് കൊടുക്കാം. മനസ്സിലായോ? 8 റെഡ് ബോൾസ് ആണെന്ന് തന്നിട്ടുണ്ട്, ടോട്ടൽ നമ്പർ അറിയില്ല. അപ്പോൾ റെഡ് ബോൾ കിട്ടാനുള്ള പ്രോബബിലിറ്റി 8/x. പക്ഷേ ഇത് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. 8/x എന്ന് പറയുന്നത് റെഡ് ബോൾ കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1 ഡിവൈഡഡ് ബൈ 4 ആണെന്ന് തന്നിട്ടുണ്ട്. 1 ഡിവൈഡഡ് ബൈ 4 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് X കണ്ടുപിടിച്ചൂടെ? ഇതിന്ന് നോക്കി, ഇതിനെ വെറുതെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കി. X × 1 എന്ന് പറഞ്ഞാൽ X = 8 × 4 32. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ് എന്ന് പറയുന്നത് 32 ആണ്. ക്ലിയർ ആയല്ലോ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദ ബോൾ ടേക്കൺ ഈസ് ഗ്രീൻ? ഗ്രീൻ കിട്ടാനുള്ള പ്രോബബിലിറ്റി ആകെ റെഡും ഗ്രീനും ഉള്ളോ അല്ലേ? റെഡ് എത്ര ഉണ്ട്? 8 ഉണ്ട്. ബാക്കി 32ൽ എത്ര ഗ്രീൻ ഉണ്ടാവും?
24 ഗ്രീൻ ഉണ്ടാവും. അപ്പോൾ ഗ്രീൻ കിട്ടാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത് 24 ഡിവൈഡഡ് ബൈ 32 അല്ലേ? 24 ഡിവൈഡഡ് ബൈ 32 എത്ര കിട്ടും? ഇതിന് വേണമെങ്കിൽ കട്ട് ഷോർട്ട് ചെയ്യാം. 24-ൽ 8 3 പ്രാവശ്യം പോവും, 32-ൽ 8 4 പ്രാവശ്യം പോവും, 3/4 എന്ന് കിട്ടും. ഈ ഒരു ഇവൻ്റ് നോക്കാം, ആകെ ഇവിടെ നമുക്ക് റെഡ് ബോൾസും ഗ്രീൻ ബോൾസുമാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ റെഡ് ബോൾ കിട്ടാനുള്ള പ്രോബബിലിറ്റിയും ഗ്രീൻ ബോൾ കിട്ടാനുള്ള പ്രോബബിലിറ്റിയും കൂടി കൂട്ടിയാൽ നമ്മളിപ്പോൾ സം ഓഫ് ദ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, 3/4 ആണ് എന്ത് ഗ്രീൻ ബോൾ കിട്ടാനുള്ള പ്രോബബിലിറ്റി. മറ്റേത് 1/4 ആണ് റെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി. അപ്പോൾ 1/4-ഉം 3/4-ഉം കൂടി ആഡ് ചെയ്താൽ എന്ത് കിട്ടും? 1 കിട്ടും. അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ സം ഓഫ് ബോത്ത് ദ പ്രോബബിലിറ്റീസ്. അപ്പോൾ എന്താണ് ആദ്യത്തത്? 1/4 പ്ലസ് 3/4 ഈക്വൽ ടു 1 പ്ലസ് 3/4 ഈക്വൽ ടു 4/4 ഈക്വൽ ടു 1 എന്ന് കിട്ടും. അതിപ്പോഴും എങ്ങനെയാണ്? പ്രോബബിലിറ്റിയുടെ സം ഓഫ് ദ പ്രോബബിലിറ്റീസ് 1 ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇനി പറയുന്നത് ഫ്രം എ ബോക്സ് കണ്ടെയ്നിങ് സം റെഡ് ബോൾസ് ആൻഡ് സം ബ്ലൂ ബോൾസ്. റെഡ് ബോൾസിൻ്റെ എണ്ണം തന്നിട്ടില്ല, ബ്ലൂ ബോൾസിൻ്റെ എണ്ണം തന്നിട്ടില്ല. പക്ഷെ പറഞ്ഞിരിക്കുന്നത് ദി പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ റെഡ് ബോൾ ഈസ് A/B. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ റെഡ് ബോൾ ഈസ് A/B. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ബ്ലൂ ബോൾ? ബ്ലൂ ബോൾ കിട്ടാനുള്ള പ്രോബബിലിറ്റി നമ്മൾ പറഞ്ഞു. ഇവിടെ എന്തൊക്കെയാണ്? റെഡും ബ്ലൂ ആണ്. അപ്പോൾ ഇവിടുത്തെ സം ഓഫ് ദ പ്രോബബിലിറ്റിയും 1 ആയിരിക്കില്ലേ? റെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റിയും ബ്ലൂ കിട്ടാനുള്ള പ്രോബബിലിറ്റിയും 1 ആയിരിക്കും. ഒരെണ്ണം തന്നിട്ടുണ്ട്, എത്രയാണെന്ന്? റെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി A/B എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ മറ്റേത് കിട്ടാൻ എങ്ങനെയാണ്? 1ൽ നിന്ന് ഇത് കുറച്ചാൽ പോരെ? അപ്പോൾ ഇതിൻ്റെ ആൻസർ സം ഓഫ് ദ പ്രോബബിലിറ്റി 1 ആയതുകൊണ്ട് ഒരെണ്ണം A/B എന്ന് തന്നിട്ടുള്ളത് കൊണ്ട് 1ൽ നിന്നും തന്നത് കുറയ്ക്കുക. 1 മൈനസ് A/B. ഇതാണ് ഇതിൻ്റെ ആൻസർ. ഇത് ഇങ്ങനെ നിങ്ങൾക്ക് എഴുതാം, 1 മൈനസ് A/B എന്ന് എഴുതാം. അതല്ലെങ്കിൽ ഇതിനെ ഒന്നുകൂടി ശരിയാക്കിയിട്ട് 1 ഇൻറ്റു B മൈനസ് A/B ഇൻറ്റു B എന്ന് പറയുമ്പോൾ A വരും ബൈ B മൈനസ് A/B എന്നും എഴുതാം. ക്ലിയർ ആയല്ലോ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, 1 is asked to say a 3-digit number. What is the probability that? 2 സബ് ക്വസ്റ്റ്യൻ ഉണ്ട്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, all digits of the number are the same. Question 2, the number is a multiple of 6. അപ്പോൾ ഒരു 3-digit നമ്പർ പറയണം. അതിൻ്റെ 2 കണ്ടീഷൻസ് ഉണ്ട് പ്രോബബിലിറ്റി കിട്ടാനുള്ള. ആദ്യത്തെ പ്രോബബിലിറ്റി കാണേണ്ടത് സെയിം ആയിട്ടുള്ള. നോക്കാം, 3-digit നമ്പേഴ്സ് സെയിം ആയിട്ട് എങ്ങനെയൊക്കെ വരിക? ഒരേപോലെ എല്ലാം ഒരേ ഡിജിറ്റ് ആയിട്ടുള്ളത്. നോക്കാം, 1 1 1 എന്ന് വരും അല്ലേ? പിന്നെ എന്ത് വരും? 2 2 എന്ന് വരും. പിന്നെ 3 3 എന്ന് വരും. അതേപോലെ 4 4 വരും, 5 5 വരും, 6 6 6, 7 7 7, 8 8 8, 9 9 9. എത്ര എണ്ണം ഉണ്ട്? ഇവിടുത്തെ നമ്പേഴ്സ് നോക്കിയാൽ എത്ര എണ്ണം ഉണ്ട്? ഇത് 3-digit നമ്പേഴ്സ് സെയിം ആയിട്ടുള്ള, സെയിം ഡിജിറ്റ്സ് ആയിട്ടുള്ളത്. 1 2 3 4 5 6 7 8 9. ടോട്ടൽ 9 ഉണ്ട്. ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് 3-digit നമ്പേഴ്സ്. ഏതാണ് ഏറ്റവും ഫസ്റ്റ് 3-digit നമ്പർ? ഫസ്റ്റ് 3-digit നമ്പർ ഏതാണ്? 100 ആണ് അല്ലേ? ലാസ്റ്റോ 999 ആണ്. അപ്പോൾ ഇതിൻ്റെ n എങ്ങനെയാണ് കാണുക? xn മൈനസ് x1 ബൈ d പ്ലസ് 1. അപ്പോൾ 999 മൈനസ് ഫസ്റ്റ് ടൈം 100 ബൈ d നോക്കേണ്ട, അത് 1 ആണ് അല്ലേ? അപ്പോൾ ഇത് കാണാം, 999 നിന്ന് 100 കുറച്ചാൽ 899. അതിൻ്റെ കൂടെ എന്ത് ചെയ്യുക? 1 ആഡ് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? 900 എന്ന് കിട്ടും. അപ്പോൾ
ടോട്ടൽ നമ്പർ ഓഫ് 3 ഡിജിറ്റ് നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? 900 ആണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പ്രോബബിലിറ്റി ദാറ്റ് ഓൾ ദ ഡിജിറ്റ്സ് ഓഫ് ദ നമ്പർ ആർ ദ സെയിം ഇസ് ഈക്വൽ ടു 9 ഡിവൈഡഡ് ബൈ 900. അതിന് വേണമെങ്കിൽ കട്ട് ഷോട്ട് ചെയ്യാം. 9ൽ 9 ഒരു പ്രാവശ്യം, ഇവിടെ 1, അപ്പോൾ 1/100 എന്ന് കിട്ടും. ക്ലിയർ ആയല്ലോ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ദ നമ്പർ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 6. നേരത്തെ ചെയ്ത അതേപോലെ തന്നെ നമ്മൾ ചെയ്യാം. ഇവിടെ ആൻസറിൽ ഡിനോമിനേറ്ററിൽ എന്ത് വരും? 900 തന്നെ വരും. ന്യൂമറേറ്ററിൽ വരുന്നത് മൾട്ടിപ്പിൾ ഓഫ് 6. അപ്പോൾ ഇവിടെ ആദ്യത്തെ നമ്പർ എന്താണ്? 100 ആണ്. അത് 6ൻ്റെ മൾട്ടിപ്പിൾ അല്ല. അപ്പോൾ 6ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ആദ്യത്തെ നമ്പർ കാണണം, 6ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള അവസാനത്തെ നമ്പറും കാണണം. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ xn - x1 / d + 1 ഉപയോഗിച്ചിട്ട് ചെയ്യണം. ഇത് നമ്മളുടെ അരിത്തമാറ്റിക് സീക്വൻസ് ആയിട്ട് ചെറിയൊരു കണക്ഷൻ ഉണ്ട്. നോക്കാം, 6ൻ്റെ മൾട്ടിപ്പിൾ ആവാൻ നോക്കാം. എങ്ങനെ? 100നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ? 100 ആണ് ഫസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ. 100ൽ 6 എത്ര പ്രാവശ്യം പോവും? ഇത് ഒരു പ്രാവശ്യം പോവും 10ൽ. ബാക്കി 4 ഉണ്ട്. 40ൽ 6 എത്ര പ്രാവശ്യം പോവും? 6 ടൈംസ് 6 × 6 36 ആണ്. റിമൈൻഡർ 4 ഉണ്ട്. ഇവിടെ 16നെ, ഈ കോഷ്യൻറ്റിനെ 16നെ നമ്മൾ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടാൻ 96 ആണ്. 96 എന്ന് കിട്ടും. ഇനി 96 കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഒപ്പം അടുത്ത 6ൻ്റെ മൾട്ടിപ്പിൾസ്, 96ൻ്റെ കൂടെ ഒരു 6 ആഡ് ചെയ്ത് നോക്കിയേ, എന്ത് കിട്ടും? 102 എന്ന് കിട്ടും. അപ്പോൾ 102 ആണ് ഫസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ വിച്ച് ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 6. ക്ലിയർ ആയോ? ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 102 ആണ് ഫസ്റ്റ് ടൈം. 102 ആണ് കിട്ടി. ഫസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ വിച്ച് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 6 ഈസ് 102. ഇതേപോലെ ലാസ്റ്റും കാണും. എന്താണ് ലാസ്റ്റ്? 999. ഇതിനെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കി. 9ൽ 6 ഒരു പ്രാവശ്യം പോവും, ബാക്കി 3 ബാലൻസ്. 39ൽ 6 × 6 36 പോവും, ബാക്കി 3. ഇവിടെ വീണ്ടും 39ൽ 6 ടൈംസ് പോവും, ബാലൻസ് 3. റിമൈൻഡർ നമുക്കിവിടെ 3 കിട്ടി അല്ലേ? അപ്പോൾ 999നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് റിമൈൻഡർ 3 കിട്ടി. അപ്പോൾ ആ റിമൈൻഡർ ഒന്ന് കുറച്ച് നോക്കിയേ, അപ്പോൾ കറക്റ്റായിട്ട് പോവില്ലേ? അപ്പോൾ ഈ 999ൽ നിന്ന് ഒരു 3 കുറയ്ക്കുക. അപ്പോൾ 996 ആണ് എന്ത്? ലാസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ വിച്ച് ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 6. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 996 ആണെന്ത്? നമ്മുടെ ലാസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ വിച്ച് ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 6. ഇനി നമുക്ക് n കണ്ടുകൂടെ? നമ്പർ ഓഫ് ടൈംസ് കാണാം. എങ്ങനെ? 996 - 102 ബൈ, ഇവിടെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ ഉണ്ട് മൾട്ടിപ്പിൾ ഓഫ് 6 എന്നല്ലേ? അപ്പോൾ അത് തന്നെ കോമൺ ഡിഫറൻസ്. 6 + 1. 996 - 102 ഡിവൈഡഡ് ബൈ 6 + 1. അപ്പോൾ എത്ര കിട്ടും? 894 ബൈ 6 + 1 കിട്ടും. ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ 8ൽ 6 വരും, 29ൽ 4 × 6 24 എന്ന് വരും, 54ൽ 9 ടൈംസ് 149 + 1 = 150 എന്ന് കിട്ടും. അപ്പോൾ 6ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള 3 ഡിജിറ്റ് നമ്പർ എത്ര ഉണ്ട്? 150 ആണ്. ഇനി നമുക്ക് പ്രോബബിലിറ്റി കണ്ടുകൂടെ? 150 ഡിവൈഡഡ് ബൈ 900. 0 പോയി, 15ൽ 15 1 ടൈം, 90ൽ 15 6 ടൈം. കട്ട് ഷോട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ എഴുതാം, 1/6 എന്ന് എഴുതാം. ക്ലിയർ ആയല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ എ സ്കൂൾ
the total number of students in 10A division is equal to the total number of students in 10B. One student is to be selected from each division. Number of boys in 10A is 20. The probability of selecting a boy from 10A is 2 by 5 and that from 10B is 3 by 5. എന്നിട്ട് അതിൽ 4 സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഹൗ മെനി സ്റ്റുഡൻസ് ആർ ഇൻ 10A? What is the probability of selection of a girl from 10A? Question C. How many boys are there in 10B? What is the probability of both selected students being boys? ആദ്യം പറഞ്ഞിരിക്കുന്നത് 10Aയിലെയും 10Bയിലെയും ഈക്വൽ സ്റ്റുഡൻസ് ആണ്. Total number of students in 10A division is equal to total number of students in 10B. If one student is to be selected from each division, ഓരോ ക്ലാസ്സിൽ നിന്നും ഒരു സ്റ്റുഡൻറ്റ് സെലക്ട് ചെയ്യണം. ഇനി നോക്കാം, ഇതിൽ തന്നേക്കുന്ന ഇൻഫർമേഷൻ നമ്പർ ഓഫ് ബോയ്സ് ഇൻ 10A is 20. 10Aയിൽ 20 ബോയ്സ് ഉണ്ട്. ഇതിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഹൗ മെനി സ്റ്റുഡൻസ് ആർ ഇൻ 10A എന്നാണ്. നമ്പർ ഓഫ് ബോയ്സ് ഇൻ 10A എന്ന് തന്നിട്ടുണ്ട്. എത്രയാണ്? അത് 20 എന്ന് തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് ബോയ്സ് ഇൻ 10A എന്ന് പറയുന്നത് 20 ആണ്. ടോട്ടൽ നമ്പറാണ് ചോദിച്ചിരിക്കുന്നത്. ടോട്ടൽ നമ്പർക്ക് അറിയില്ല, അപ്പോൾ നമ്മൾ എക്സ് എന്ന് എഴുതി. ആൻഡ് ദ പ്രോബബിലിറ്റി ഓഫ് എ ബോയ് ഫ്രം 10A ഈസ് 2 by 5. പ്രോബബിലിറ്റിയും തന്നിട്ടുണ്ട്. 10A എന്ന് ബോയ് സെലക്ട് ചെയ്യാനുള്ള പ്രോബബിലിറ്റി 2 by 5 ആണ് തന്നിട്ട്. അപ്പോൾ ഇത് ശരിയല്ലേ? ഇങ്ങനെ എഴുതിക്കൂടെ? പ്രോബബിലിറ്റി 10A എന്ന് സെലക്ട് ചെയ്യാനുള്ള പ്രോബബിലിറ്റി 2 by 5 ആണ്. അതിന് നമ്മളെങ്ങനെ എഴുതി? ബോയ്സിൻ്റെ നമ്പർ അതല്ലേ, ബോയ്സിൻ്റെ നമ്പർ 10Aയിലെ ബോയ്സിൻ്റെ നമ്പർ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ. നമുക്ക് അറിയില്ല. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഹൗ മെനി സ്റ്റുഡൻസ് ആർ ഇൻ 10A, അതാണ് നമ്മൾ കണ്ടുപിടിക്കുക. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എക്സ് എന്ന് എഴുതി. ഇനി ഇത് കിട്ടാൻ എളുപ്പമല്ലേ? നമ്മൾ മുമ്പ് ചെയ്ത പോലെ തന്നെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. എന്ത് കിട്ടും? 2x ഈക്വൽ ടു 20 × 5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 100 എന്ന് എഴുതാം. എക്സ് ഈക്വൽ ടു 100 by 2 ഈക്വൽ ടു 50 എന്ന് കിട്ടും. അപ്പം ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ 10A, അപ്പോൾ ഇതിൻ്റെ ആൻസർ എത്ര വരും? 50 എന്ന് കിട്ടും. ക്ലിയർ ആയല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് സെലക്ഷൻ ഓഫ് എ ഗേൾ ഫ്രം 10A? നോക്കാം, 10A എന്ന് ഗേൾ കിട്ടാനുള്ള. 10Aയിൽ ടോട്ടൽ എത്ര ഉണ്ട്? 50 ഉണ്ട്. എത്ര ബോയ്സ് തന്നിട്ടുണ്ട്? 20 ബോയ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഗേൾസ് എത്ര ആയിരിക്കും? 30. അപ്പോൾ ഗേൾസ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത്, ഗേൾസിനെ സെലക്ട് ചെയ്യാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 30 ഡിവൈഡഡ് ബൈ 50 ആണ്. ഇത് വേണമെങ്കിൽ നമുക്ക് കട്ട് ഷോട്ട് ചെയ്തിട്ട് ഇതെന്ന് എഴുതാം, 3 by 5 എന്ന് എഴുതാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഹൗ മെനി ബോയ്സ് ആർ ഇൻ 10B? 10Bയിലെ ബോയ്സ് നോക്കണം. 10Bയിലെ ബോയ്സ് കിട്ടാൻ 10Bയിലെ പ്രോബബിലിറ്റി തന്നിട്ടുണ്ട്. അപ്പോൾ 10Bയിലെ ബോയ്സ് നമുക്ക് അറിയില്ല. അതിന് വേണമെങ്കിൽ നമ്മൾ y എന്ന് എടുക്കാം. y ഡിവൈഡഡ് ബൈ 10Bയിലെ എത്ര സ്റ്റുഡൻസ് ഉണ്ട്? ടോട്ടൽ നമ്പർ സെയിം ആണല്ലേ, 2 ഡിവിഷനിൽ 50 തന്നെ. y by 50 ഈക്വൽ ടു, ഇതിൻ്റെ പ്രോബബിലിറ്റി തന്നിട്ടുണ്ട്. ബോയ്സ് ഇൻ 10B പ്രോബബിലിറ്റി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എത്ര? 3 by 5 തന്നിട്ടുണ്ട്. ഇത് അതേപോലെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. എന്ത് വരും? 5y ഈക്വൽ ടു 150 എന്ന് വരും. y ഈക്വൽ ടു 150 by 5 എന്ന് വരും. ഇതിൽ 15ൽ 5 3 പ്രാവശ്യം. അപ്പോൾ y എത്ര കിട്ടി? 30 എന്ന് കിട്ടി. അപ്പോൾ ബോയ്സ് 10Bയിലെ ബോയ്സിൻ്റെ എണ്ണം എത്രയാണ്? 30 ആണ്. മനസ്സിലായല്ലോ? 10Bയിലെ ബോയ്സിൻ്റെ പ്രോബബിലിറ്റി ക്വസ്റ്റ്യനിൽ 3 by 5 എന്ന് തന്നിട്ടുണ്ട്. നമ്മൾ പഠിച്ച രീതി അനുസരിച്ചിട്ട് എന്താണ്? ബോയ്സിൻ്റെ എണ്ണം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പറാണ് ബോയ്സ് കിട്ടാനുള്ള പ്രോബബിലിറ്റി. ബോയ്സിന് നമ്മൾ y എന്ന് കൊടുത്തു, ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ 50 ആണ്. y by 50 ഈക്വൽ ടു 3 by 5. അത് ക്വസ്റ്റ്യനിലുണ്ട്. ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം. y × 5 എന്ന് പറഞ്ഞാൽ 5y ഈക്വൽ ടു 50 × 3. 50 × 3 എന്ന് പറഞ്ഞാൽ 150 ആണ്. അപ്പോൾ 5y ഈക്വൽ ടു 150 ആണെങ്കിൽ y ഈക്വൽ ടു 150 ഡിവൈഡഡ് ബൈ 5 ഈക്വൽ ടു 30 എന്ന് കിട്ടും. ക്വസ്റ്റ്യൻ സിയുടെ ആൻസർ
30 എന്ന് കിട്ടി. ഇനിയെന്താ, വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ബോത്ത് സെലക്റ്റഡ് സ്റ്റുഡൻസ് ബീയിങ് ബോയ്സ്? ആദ്യത്തേന്നും ബോയ്സ് കിട്ടാനും രണ്ടാമത്തേന്നും ബോയ്സ് കിട്ടാനുള്ള പ്രോബിലിറ്റി എത്രയാണ്? ആദ്യത്തേന്ന് ബോയ്സ് കിട്ടാനുള്ള പ്രോബിലിറ്റി എത്രയായിരുന്നു? ആദ്യത്തേന്ന് ബോയ്സ് കിട്ടാനുള്ള പ്രോബിലിറ്റി 2/5 ആയിരുന്നു. ഇൻറ്റു രണ്ടാമത്തേന്ന് ബോയ്സ് കിട്ടാനുള്ള പ്രോബിലിറ്റി എത്രയാണ്? 3/5. 2/5 ഇൻറ്റു 3/5. ഇതിൻ്റെ ആൻസർ എത്രയാണ്? 2 × 3 6/25 എന്ന് കിട്ടും. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ദ സെലക്റ്റഡ് സ്റ്റുഡൻസ് ബീയിങ് ബോയ്സ് ഇസ് ഈക്വൽ ടു 6/25. ക്ലിയർ ആയല്ലോ? നമുക്കിപ്പോൾ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഇതിൻ്റെ പാർട്ട് 2 അടുത്ത വീഡിയോയിലുണ്ടായിരിക്കും. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം. സ്റ്റേ ട്യൂൺഡ്.